ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പഴനി ട്രിപ്പ് കേട്ടോ. പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജലദോഷം പിടിച്ച് പനിയായി പെട്ടെന്നുള്ളൊരു പോക്കായതുകൊണ്ട് പ്രത്യേകിച്ച് പോലെ നമ്മളിപ്പോൾ രാവിലത്തെ വണ്ടിക്കാട്ടോ പോണേ 8 മണിക്ക്. നമ്മൾ ആദിയോഗി പോയ ടൈം അപ്പോൾ ആ വണ്ടി കേട്ടോ 8 മണിക്കാട്ടോ ട്രെയിന്. അതായത് 5 മണിയാകുമ്പോൾ ഇവിടെ എത്തും, പളനിയിലെത്തും. ആ ട്രെയിൻ കണക്കാക്കിയിട്ട് നമ്മൾ പോകുന്നതും ഈ ട്രെയിനിൽ നിന്ന്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൽ ട്രെയിനിൻ്റെ ഏതോ ഒരു പൈപ്പ് എന്തോ പൊട്ടിയുള്ള എയർ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി കുറേ നേരം അവിടെ നിർത്തിയിട്ട് വന്ന് നോക്കാനൊക്കെ. അപ്പോൾ അത് നോക്കിയോണ്ട് ഇങ്ങനെ നിൽക്കുക പുറത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടിടും. അപ്പം നേരെ പോണ നമ്മൾ പഴനിയിലെത്തിയിട്ട് അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ നേരെ നമ്മൾ കോയമ്പത്തൂരിലെത്തിയിട്ട് പിന്നെ ഉള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യണ്ട, കോയമ്പത്തൂരിന് പളനി അങ്ങനെ വണ്ടി ചേഞ്ച് ചെയ്ത് അങ്ങനെ പോയോണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൻ്റെ ഒരു സ്ഥലമാണിത് കണ്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് കുറേ ഓരോന്നോർത്ത് ഇങ്ങനെ പോയിട്ടു. ഇടയ്ക്ക് മോനൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്നാണ്ട് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പാലക്കാടിന് മുന്നേ തന്നെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നമുക്ക് മനസ്സിലാവില്ലേ, തണുപ്പുമക്കല കണ്ടവർക്ക് മനസ്സിലായിണ്ടാവും. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കറണ്ട് ഉൽപ്പാദിക്കുന്നത് ഫാനിൻ്റെ ഇതിൻ്റെയൊക്കെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പോയി ചായ കുടിച്ചു, ചായയും വടയും കഴിച്ചു. അപ്പോൾ നമ്മൾ കുറേ എൻ്റെ വൈഫിൻ്റെ അമ്മായും മേമാരൊക്കെ ആട്ടോ ഉള്ളത്, പിന്നെ മക്കൾ. അങ്ങനെ നമ്മൾ പളനിയിലെത്തി. ഇതാണ് സ്റ്റേഷൻ, അടിപൊളി സ്റ്റേഷൻ, എന്താ തിരക്കില്ലാത്തൊരു സ്റ്റേഷന്. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയി. ഒരു ചങ്ങായിയുടെ ഇതാട്ടോ മണ്ണുണി. ആ ചങ്ങായി നമ്മൾ ആദ്യം തന്നെ വിളിച്ച് വേഗം കയറ്റി. ആദ്യം നമ്മൾ പറഞ്ഞ് ഇത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഈ 300 വേണം പറഞ്ഞു. അപ്പോൾ അല്ല 200 വേണം, 2 വണ്ടിക്ക് 150 വെച്ചു. അപ്പോൾ 200 മതി തന്നെ. അപ്പോൾ ആ ചങ്ങായി നേരെ കൊണ്ടുവന്ന് തന്നെ ഓൻ്റെ അറിയുന്ന ലോഡ്ജ് കൊണ്ടുവന്നാക്കി അവിടെ നിന്നൊക്കെ. അപ്പോൾ അവിടെ റേറ്റ് കൂടുതലാണ്, പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ 1500 പിടിച്ച്. ഇത്ര ആൾക്കാരില്ലേ. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കും പോലെ കേട്ടോ നമ്മൾ ഫ്രഷൊക്കെ അവിടെ പോയിട്ടോ. പക്ഷെ നമ്മൾ ഈ വീഡിയോസിൽ കണ്ട പോലെ 800 500 റൂംസൊന്നും ഇല്ല കേട്ടോ, വെറുതെ പറയാണ്. കാരണം നമ്മൾ കുറേ തപ്പി പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഇപ്പം ഇനി സീസൺ ആയതുകൊണ്ടാണ് അറിയില്ല. കുറേ അപ്പോൾ നമുക്ക് ഈ ലോഡ്ജ് അയാൾ തന്നെ ഒളിപ്പിച്ചെന്ന് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ചെയ്യുന്നു ആദ്യം. പിന്നെ ഞങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുറച്ചു ആക്കി. 2500 പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മൾ ചെറിയ റൂം എടുത്ത് രാത്രിയിലെ പഴനിയിട്ടത്. എങ്ങനെയുണ്ട് അതിൻ്റെ തെരുവുകളിൽ നല്ല രസമുണ്ടെങ്കിൽ ഈ കുതിരയിലാട് പോകാറുണ്ട്. 300 രൂപ വേണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് 150 രൂപ ഓട്ടോറിക്ഷ കിട്ടുമ്പോൾ. അങ്ങനെ രാത്രിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോകാട്ടോ. രാത്രി നമ്മളൊന്നും അധികം തട്ടുന്നില്ല, ചെറുതായിട്ട് കഴിക്കും. നമ്മൾ ഫോനൊക്കെ കലോകം കഴിച്ചിട്ടോ. അപ്പം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.